ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു കുടുംബം മാനേജ് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ആരാണ്? സ്ത്രീയാണോ പുരുഷനാണോ? കുടുംബനാഥനാണോ കുടുംബനാഥയാണോ? യാതൊരുവിധ സംശയവുമില്ല, കുടുംബനാഥ തന്നെയാണ്. സ്ത്രീകളാണ് ഒരു കുടുംബം മാനേജ് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിക്കുന്നത്. അവർ പലപ്പോഴും ഒരു മെഴുകുതിരി പോലെയാണ്. മെഴുകുതിരി പോലെ ആരോടും പരിഭവം പറയാതെ സ്വയം ഉരുകി 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 തീരുകയാണ് പലപ്പോഴും സ്ത്രീകൾ. ഒരു വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിച്ചവൾ ഒരു നാൾ വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെല്ലാം വിട്ട് മറ്റൊരു അപരിചിതമായ സാഹചര്യത്തിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ അന്നു മുതൽ തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആ കുടുംബങ്ങൾക്കും വേണ്ടി തൻ്റെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും തൻ്റെ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് തീരുകയാണ് ഓരോ സ്ത്രീകളും. പക്ഷേ ഈ സ്ത്രീകളുടെ ഈ സഹനം, ഈ ത്യാഗം പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. അത് പുരുഷന്മാർക്ക് മനസ്സിലാകണമെങ്കിൽ ഈ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ ആണുങ്ങൾ ചെയ്യുകയും ഈ ആണുങ്ങൾ ചെയ്യുന്ന ജോലികൾ സ്ത്രീകൾ ചെയ്യുകയും ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു ചിന്തയിൽ പോലും ഒരു ദിവസം ജീവിക്കുവാൻ ആരും തയ്യാറാകത്തില്ല. നമുക്കൊന്ന് നോക്കാം. രാവിലെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആണുങ്ങൾ ചെയ്യുവാണ്. രാവിലെ 4 മണിയായപ്പോൾ കൊച്ചു വെളുപ്പാങ്കാലത്തെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് കുട്ടികളെ, സ്കൂളിൽ പോകുന്ന കുട്ടികളെ വിളിപ്പിച്ച് അവർക്ക് പഠിപ്പിക്കുവാൻ ഇരുത്തി അവർക്ക് വേണ്ട കാപ്പികളൊക്കെ അനത്തിക്കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് അവരെ പഠിപ്പിച്ച് ഒരു 7 മണിയായപ്പോഴത്തേന് ഒരു വിളി, തോമായേ, ഭാര്യ ഉറക്കം ഉണർന്നിട്ട് നമ്മളെ വിളിക്കുക. നമ്മൾ അന്നേരം മനസ്സിലായി രാവിലെ കാപ്പിക്ക് വേണ്ടിയുള്ളതാണ്, ബെഡ് കോഫിക്ക് വേണ്ടി ഉള്ള വിളിയാണ് എന്ന് മനസ്സിലായി. നമ്മൾ പവിതോടുകൂടി ഉള്ള കാപ്പിയും കൊണ്ട് ചെല്ലുന്നു. വായിക്കോട്ടയൊക്കെ വിട്ട് കാപ്പി വാങ്ങിച്ചപ്പം കാപ്പിക്ക് ചൂട് കുറവായി, വലിച്ചൊരൊറ്റ ഏറെ. എനിക്ക് ചൂട് കാപ്പി വേണമെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലേ, തനിക്കറിയത്തില്ലേ, തണുത്ത കാപ്പിയും കൂടെ ആണോ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു ഷൗട്ടിങ്. നമ്മൾ വളരെ ഭവ്യതയോടി ആ പൊട്ടിയ ചില്ല് ഗ്ലാസ് എല്ലാം പറക്കി ആ തറയിൽ വീണ കാപ്പിയെല്ലാം തുടച്ച് വീണ്ടും കൊണ്ടുപോയി ചൂട് കാപ്പി കൊടുക്കുന്നു. ചൂട് കാപ്പിയെല്ലാം കുടിച്ചു, പുറത്ത് വന്നു, പത്രവായനെല്ലാം കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് രാവിലെ പുറത്തേക്ക് പോകുന്നു. ഉച്ചയായപ്പോഴത്തേന് കയറി വരുന്നു. അന്നേരത്തേന് നമ്മൾ ഉച്ചയ്ക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഒരുക്കുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം. പിന്നെ വൈകുന്നേരത്തേന് ടൗണിലേക്കൊരു പോയി തിരിച്ച് വരുമ്പം ഒരു കുപ്പിയും മാച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. വന്ന ഉടനെ എടാ തോമായി ടച്ചിങ്ങിന് വല്ലതും കൊണ്ടുപോകാം. നമ്മൾ ടച്ചിങ്ങിന് കൊടുത്തു. അത് കഴിച്ചു, ഭക്ഷണം കഴിച്ചു, കിടന്ന് ഉറങ്ങി. എന്നാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നുണ്ടാവും. പിന്നെ ഭാര്യയുടെ ഡ്രസ്സ്, മക്കളുടെ ഡ്രസ്സ് ഇതെല്ലാം തേച്ച് പാത്രങ്ങളും എല്ലാം കഴുകി ഒന്ന് കിടക്കാറാകുമ്പോൾ തന്നെ 12 മണിയാകും. പിന്നെ കൊച്ചുവെളുപ്പാകാലത്തെ 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യണം. പലപ്പോഴും പല സ്ത്രീകളുടെയും അവസ്ഥ ഇതാണ്. അന്നേരം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുവാൻ, ഒരു സ്വപ്നത്തിൽ പോലും അങ്ങനെ ജീവിക്കുവാൻ ഒരു പുരുഷന്മാരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം ഇതൊക്കെയാണ് നമ്മളുടെ ഭാര്യമാരുടെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അവരോട് കാരുണ്യം കാണിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ലവ്, കെയർ, റിലേഷൻഷിപ്പ്, സ്റ്റെബിലിറ്റി. സ്നേഹം വേണം, സംരക്ഷണം വേണം,
അതുപോലെ റിലേഷൻഷിപ്പ് കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റും നല്ല റിലേഷൻഷിപ്പിൽ പോകാനാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അവരോട് ശണ്ട കൂടി പോകുവാൻ ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യം കാണത്തില്ല. പിന്നെ സ്റ്റെബിലിറ്റി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആഡംബര വീട്ടിൽ കഴിയുന്നതിനെക്കാട്ടിലും ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് സ്വന്തം പേരിലുള്ള അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ പേരിലുള്ള 5 സെൻറ്റ് സ്ഥലത്തെ ഒരു കുടിൽ വെച്ച് കെട്ടി താമസിക്കുന്നതിലാണ് ഒരു സ്ത്രീ ഹാപ്പിനെസ് അനുഭവിക്കുന്നത്. ഇനി പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും എന്താണ് പ്രധാനമായി ആഗ്രഹിക്കുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ്: സപ്പോർട്ട്, അച്ചീവ്മെൻറ്റ്സ്, പവർ. അവൻ്റെ പ്രവർത്തനത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുവാൻ സ്ത്രീകൾക്ക് സാധിക്കണം. അത് പുരുഷന്മാർ സ്ത്രീകളിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ്. പിന്നെ അവരുടെ നേട്ടത്തെ ഒരിക്കലും ഇകഴ്ത്തി കാണിക്കരുത്. അവരുടെ ചെറിയ ചെറിയ നേട്ടങ്ങളെ പോലും അവർ അത് വലിയ കാര്യമായിട്ട് പറയുമ്പം ഇത് വലിയ കാര്യമാണോ എന്ന രീതിയിൽ ഇകഴ്ത്തി കാണിക്കാതെ അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം. പിന്നെ അവരുടെ പവറിനെ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. മറ്റുള്ളവരുടെ പവർ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പവർ എന്നാ പവറാ മനുഷ്യ ഉള്ള രീതിയിലൊന്നും ഒരിക്കലും ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കരുത്. അത് തീർച്ചയായിട്ടും ആ പുരുഷനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരത്തില്ല. അന്നേരം ഇങ്ങനെ പരസ്പരം സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷന് കൊടുക്കാൻ സാധിക്കണം, പുരുഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീക്കും കൊടുക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകത്തുള്ളൂ, കുടുംബങ്ങളിൽ സൗരഭ്യം അലയടിക്കത്തുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ ബഹുഭൂരിപക്ഷം ആൾക്കാരും മദ്യം ഉപയോഗിക്കുമെങ്കിലും ആരും മദ്യം കുടിച്ച് ബോധം കെട്ട് വഴി കിടക്കുന്നത് കാണുവാൻ ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ അത് ഒരു നിത്യ കാഴ്ചയാണ്. ഇത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഒരു സംഭവമാണ്. ഒരു മദ്യപാനിയെ ആ കുടുംബത്തിൻ്റെ തീരാ ദുഃഖം മാറ്റിക്കൊടുക്കുവാൻ സാധിച്ച ഒരു സംഭവം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെങ്ങന്നൂരെ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ 3rd ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു 2 days ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു ഞാൻ പങ്കെടുക്കുകയായിരുന്നു. ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഹൗ ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട 2 days ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പം ഒരു കുട്ടി, ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു കുട്ടി ഇൻ്റർവൽ ടൈമിന് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മുമ്പോട്ട് വരുവാൻ ഒരു മടി പോലെ. എനിക്ക് ആ ബോഡി ലാംഗ്വേജിൽ നിന്നും അത് മനസ്സിലായി. ഞാൻ കുട്ടിയെ വിളിച്ചു. എന്താ മോളെ, എന്താ പ്രശ്നം, എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? ഉടനെ ആ കുട്ടിയെ പൊട്ടിക്കരയായിരുന്നു ചെയ്തത്. സാറേ, ഞാൻ ജീവിച്ചിരിക്കുകയല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക, എനിക്ക് ജീവിതം മടുത്തു. ഞാൻ ചോദിച്ചു, എന്താ മോളെ കാര്യം പറയാം? അപ്പോൾ പറഞ്ഞു, പ്രശ്നം ഇതാണ്, അവരുടെ അപ്പൻ ഒരു മുക്കുടിയനാണ്. എല്ലാ ദിവസവും അടുത്തുള്ള ജംഗ്ഷനിൽ പോയി ഏതോ മടക്കടയിൽ നിന്നും മദ്യം അമിതമായി കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരെ എത്തുവാനുള്ള കപ്പാസിറ്റി ഇല്ല. കുറേ നടന്നു കഴിയുമ്പോൾ തന്നെ കുഴഞ്ഞ് വഴിയിൽ വീഴും. പിന്നെ ആരെങ്കിലുമൊക്കെ വണ്ടിക്കാരോ ഓട്ടോക്കാരോ ആരെങ്കിലുമൊക്കെ സഹായിച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ട് ആക്കും. ഈ കുട്ടി കോളേജിലേക്ക് പോകുമ്പോൾ ചിലർ ക്ഷേമം അന്വേഷിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു അപ്പായ്ക്ക്, അല്ല ഇങ്ങനെ കുടിക്കരുതെന്ന് പറയണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ കളിയാക്കും. ഇങ്ങനെയൊക്കെ അന്നേരം ഈ കുട്ടി മാനസികമായിട്ട് ആകെ തകർന്നു. ഇതാണ് ഈ കുട്ടിയുടെ പ്രശ്നം. അന്നേരം ഈ കാര്യത്തിൽ കുട്ടിയോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന സത്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എവിടെ മോടെ വീട്? അന്നേരം പറഞ്ഞു, മല്ലപ്പള്ളി. അന്നേരം എൻ്റെ നാടുമായിട്ട് വലിയ ദൂരമില്ല, എൻ്റെ സ്വദേശം മണിമലയാണ്. മണിമലയും മല്ലപ്പള്ളിയായിട്ട് ഒരു 10-20 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മോടെ അമ്മയോടെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അതിലോ ആ കുട്ടിയുടെ അമ്മ വൈകുന്നേരം എന്നെ വിളിച്ചു. അന്നേരം സാറേ, മോളെങ്ങനെ ഉണ്ട്, മോടെ ക്ഷേമമാണ് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോള് നല്ല മിടിമിടിക്കുകയൊക്കെയാണ്, പക്ഷെങ്കിൽ നിങ്ങൾ മാറിയില്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ മകൾ എത്തപ്പെടത്തില്ല. അന്നേരം നിങ്ങൾ തീർച്ചയായിട്ടും ഒത്തിരി മാറ്റം വരുത്തണം. അന്നേരം എന്താ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന ഞാൻ തീരുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടി ഇന്ന ദിവസം എൻ്റെ അരികിലേക്ക് വരുവായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ശരി സാറേ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു.
12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടി വി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. പറഞ്ഞ ദിവസം തന്നെ പറഞ്ഞ സമയത്ത് ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മോള് ആ ക്ലാസ്സിലെ നല്ല മിടുപിടിക്കായ കുട്ടിയാണ്, പക്ഷെങ്കിൽ നിങ്ങളുടെ ചില പ്രവർത്തികൾ കാരണം ആ കുട്ടി വളരെ മാനസികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിലാണ്. അന്നേരം തീർച്ചയായിട്ടും അത് മാറ്റുവാൻ നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒത്തിരി പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാര്യ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഭാര്യ കയറ്റി പിടിച്ചു, എൻ്റെ പൊന്നു സാറേ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അങ്ങ് കുടിച്ചു ബോധമില്ലാതെ കിടക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് എൻ്റെ മുമ്പിലിരുന്ന് ഈ പുള്ളിയെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ, മനുഷ്യരായ ആണുങ്ങളായാൽ ഇച്ചിരി മദ്യമൊക്കെ കുടിച്ചിരിക്കും, അതിങ്ങനെ കിടന്ന് ബഹളം നിങ്ങൾ വെക്കാതെന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം, ഒരു മദ്യപാനിയുടെ ഇരിക്കെ ചെന്നിട്ടെ അയാളോട് മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നമുക്ക് ചെവി തരത്തില്ല. അല്ലെ, നിന്നേക്കാളും എത്ര ഓണം ഞാൻ ഉണ്ടതാ എന്നൊരു ചിന്തയിലായിരിക്കും പിന്നെ നമ്മളോടുള്ള സമീപനം. അപ്പോൾ ഞാൻ ആണുങ്ങളായി ഇച്ചിരി മദ്യമൊക്കെ കുടിക്കും, അതിന് കൂടുതൽ ബഹളം വെക്കണ്ട, വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ പുള്ളിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ. എന്നിട്ട് ഭാര്യ ഇങ്ങനെ കണ്ണിട്ട് നോക്കുന്നു, കണ്ടോ, അറിയാവുന്നവരൊക്കെ പറയുന്നത് കേൾക്കടി എന്നുള്ള ഭാവമാണ് പുള്ളിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. എന്നിട്ട് ഭാര്യയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ അങ്ങ് വീർക്കുകയും ചെയ്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, നിങ്ങളുടെ മോൾ ഇതുപോലെ നല്ലൊരു കോഴ്സിനൊക്കെ പഠിക്കുമല്ലേ, അന്നേരം അവളെ എങ്കിലും ഓർത്തേ, നിങ്ങൾ ആണുങ്ങളായി മദ്യപിക്കേണ്ട എന്നൊന്നും പറയില്ല, പക്ഷെ മദ്യം കുടിക്കുന്നത് മദ്യം നിങ്ങൾ കുടിക്കണം, നിങ്ങളെ മദ്യം കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വഴിയിൽ പോയി മാടക്കടയിൽ നിന്നൊക്കെയുള്ള മദ്യപാനം നിർത്തണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ കപ്പാസിറ്റിയിൽ കൂടുതൽ അവിടെ ചിലപ്പോൾ ഒരു പെഗ് കഴിക്കാൻ നിങ്ങൾ ചെല്ലുമ്പോഴത്തേന് ആ കടക്കാരൻ നിങ്ങൾക്ക് ചെറിയ പ്രചോദനം തരും. കാരണം അവന് സെയിൽ നടത്തണ്ടേ, ആണുങ്ങളായാലും നാളെങ്കിലും വീശണം എന്നൊക്കെ പറഞ്ഞ് പ്രചോദനം തരുമ്പോൾ അത് കേട്ടുകൊണ്ട് നിങ്ങൾ വാക്കെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കപ്പാസിറ്റി കൂടുതൽ നിങ്ങൾ കഴിക്കുകയും വഴിയിൽ പോയി വീഴുകയും ചെയ്യുന്നു. അത് കാരണം ഒരു കാര്യം ഉറപ്പ് തരണം, ഇനി ഈ മടക്കടയിലും പോയി വഴിയോരത്തും പോയി കിട്ടുന്ന മദ്യം വാങ്ങിച്ച് കുടിച്ചേച്ച് വീട്ടിലേക്ക് പോവുകയില്ല എന്ന ഒരു ഉറപ്പ് തന്നേച്ച് വേണം പോകുവാൻ. നിങ്ങൾക്ക് മദ്യം കുടിക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ, അത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുപ്പി മദ്യം അടുത്തോട്ട് തന്നെ ബെവറേജിൻ്റെ ഷോപ്പുണ്ട്, ഞാൻ പറഞ്ഞു അവിടെ കയറി ഒരു കുപ്പി മദ്യം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോവുക. ഉടനെ ഭാര്യ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ആ കാര്യം മാത്രം പറയരുത്, ഈ സാധനം ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബഹളം വെക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ഈ പ്രശ്നത്തിന് നിങ്ങളുടെ മോളെടുക്കുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് ആ പരിഹാരം കണ്ടെത്തുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുന്നത് ശാന്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന പോലെ ഒരു ദിവസം മദ്യം ഉപയോഗിക്കരുത് എന്ന് ആരോടെ തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാലും പുള്ളി കുടിക്കും. പിന്നെ അതിനൊരു സൊല്യൂഷൻ എന്തെന്നുള്ളത് വെച്ചാൽ ഇത് അന്നേരത്തേന് ഞാനിത് ഒരു കുപ്പി വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, എൻ്റെ സാറേ, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എനിക്കിങ്ങനെ മടക്കടയിൽ പോയി കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ കാലമാടി ഉണ്ടല്ലോ, ഇവള് സമ്മതിക്കത്തില്ല, ഞാൻ കുപ്പി വാങ്ങിച്ചോണ്ട് ചെന്നാൽ ഇവിടെ തല്ലിപ്പൊട്ടിച്ച് കളയും, അത് കാരണം നിവൃത്തിയില്ലാതാണ് സാറേ ഞാൻ ഈ മാടക്കടയിൽ പോയി കുടിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇനി ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കുപ്പി മദ്യം വാങ്ങിച്ചുകൊണ്ട് ഇനി വീട്ടിലോട്ട് പോകും, അന്നേരം നിങ്ങളത് തല്ലിപ്പൊട്ടിച്ച് കളയരുത്, എന്നിട്ട് ചെന്നിട്ട് കുപ്പി ഭാര്യയെ ഏൽപ്പിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് വളരെ സൂക്ഷിച്ചു വെച്ചിട്ട് ഓരോ ദിവസവും വൈകുന്നേരം ഒരു പെഗ്ഗോ അല്ലെ ഒരു 1.5 പെഗ്ഗോ നിങ്ങൾ ഊറ്റിക്കൊടുത്തിട്ട് വല്ല ടച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുത്ത് അടുത്തിരുന്ന് വല്ല വീട്ടുകാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളോ ഏതെങ്കിലുമൊക്കെ സംസാരിച്ച് നിങ്ങളും അടുത്തുകൂടി ഗ്രാജുവലി, ഇപ്പോൾ ഇന്ന് 2 പെഗ്ഗാണ് ചിലപ്പോൾ ആവശ്യപ്പെടുമായിരിക്കും, അത് നിങ്ങളുടെ സമീപനം കൊണ്ട് കുറച്ച് 1.5 പെഗ്ഗാക്കി 1 പേരാക്കി കുറേ നാളുകൾ കൊണ്ട് നമുക്ക് അതിൽ നിന്നും മോചിതരാക്കി എടുക്കാം എന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ ഉപദേശം അവർ അനുസരിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പം ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു,
സാറേ, സാറിനോട് നന്ദി പറയാൻ വാക്കുകളേ ഇല്ല. എൻ്റെ അപ്പായം കൊണ്ട് ഞങ്ങൾ എത്രയെടുത്ത് ഡോക്ടർമാരെ കാണാൻ പോയി, എന്തെല്ലാം ചികിത്സ നടത്തി, പക്ഷേ ഒരു പ്രയോജനമില്ലായിരുന്നു. ഇപ്പം യാതൊരുവിധ പ്രശ്നവുമില്ല. അല്പസ്വല്പം വീട്ടിലിരുന്ന് കുടിക്കും എന്നുള്ളതാണ്, അതിനൊരു വലിയ നിർബന്ധവുമില്ല. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, ഞാൻ നല്ല പിടിപിടിക്കായിട്ട് പഠിച്ച് മുന്നേറുകയാണ് എന്ന് പറയുന്നത് കേട്ടപ്പം വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നി. അന്നേരം ഞാനീ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അവിടെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ടത് കോമൺ സെൻസാണ്. ആ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ അവിടെ നമ്മൾ കുറ്റപ്പെടുത്തലുകളും അപമാനപ്പെടുത്തുവാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു മദ്യപാനിയെയോ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിന് അടിമയായ ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അതിനൊരു പരിഹാരമാകത്തില്ല. അതേസമയം അവരോട് സ്നേഹത്തോടു കൂടി അവരോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, അല്ലെങ്കിൽ മോനെ, അല്ലെങ്കിൽ ചേട്ടാ, നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അടുത്ത് നിർത്തി സ്നേഹപൂർവ്വം അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി. അന്നേരം പല വീടുകളിലും പല ചെറിയതുപോലെ പ്രശ്നങ്ങൾ വരുമ്പം അത് പർവ്വതീകരിച്ച് ഒരു ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളാക്കി മാറ്റാതെ അവരുടെ ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ കുടുംബ അന്തരീക്ഷം വളരെ ശോഭനമാകത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇന്ന് പല മാതാപിതാക്കൾക്കും കുട്ടികളുടെ ആത്മധൈര്യം തള്ളിക്കെടുത്തുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കുട്ടികളോട് പല മാതാപിതാക്കളും ചോദിക്കുന്നതാണ്, നിന്നെക്കൊണ്ട് എന്നതിനുള്ള അവിടെ പോട്ടാൻ, നീ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ വീട്ടിൽ ഐശ്വര്യക്കേടാണ്. പലപ്പോഴും കാട്ടിൽ നിന്ന് പിടിക്കുന്ന ഒരു ആനയുടെ അവസ്ഥയാണ് പല കുട്ടികൾക്കും ഇന്നുള്ളത്. കാടിനെ ഇളക്കി മറിച്ച് വില്ലാളി വീരനായി കാട്ടിൽ നടന്നിരുന്ന ആനയെ മനുഷ്യർ കെണിയിലകപ്പെടുത്തി പിടികൂടുന്നു. ഈ പിടികൂടുന്ന ആനയെ അതിന് തകർക്കാൻ പറ്റാത്ത ഒരു കൂട്ടിൽ ഇട്ട് ദിവസങ്ങളോളം ഇടുന്നു. ഈ കൂട് തല്ലി തകർക്കുവാൻ ആന പരമാവധി ശ്രമിക്കും, പക്ഷേ ആനയ്ക്ക് സാധിക്കത്തില്ല. കുറേ നാളുകൾ കഴിക്കുമ്പം ആനയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ കൂട് തകർക്കുവാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നു. അതോടെ ആനയുടെ 25% ആത്മവീര്യം നഷ്ടപ്പെടുകയാണ്. ആ 25% ആത്മവീര്യം നഷ്ടപ്പെട്ട ആനയെ അതിന് പൊട്ടിക്കാൻ പറ്റാത്തൊരു ചങ്ങലയിൽ കെട്ടി, അതിന് കുത്തിമറിച്ചിടാൻ സാധിക്കാത്ത ഒരു മരത്തേൽ കെട്ടിയിടുന്നു. ഈ കാലക്കെട്ടിരിക്കുന്ന ചങ്ങല പൊട്ടിക്കാൻ ആന പരമാവധി ശ്രമിക്കും. കുറേ കഴിയുമ്പോൾ ആനയ്ക്ക് മനസ്സാവും, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നും തിരിച്ചറിവുണ്ടാകും. ആനയുടെ 50% ആത്മവീര്യം നഷ്ടപ്പെട്ടു. ഈ കെട്ടിയിട്ടിരിക്കുന്ന മരം കുത്തിമറിക്കാൻ ആന ശ്രമിക്കും. കുറേ കഴിയുമ്പോൾ ആനയ്ക്ക് മനസ്സിലാവും, എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല, അത് അസാധ്യമാണ്. ആനയുടെ 75% ആത്മവീര്യം നഷ്ടപ്പെട്ടു. ഈ 75% ആത്മവീര്യം നഷ്ടപ്പെട്ട ആനയെ വടികൊണ്ട് തല്ലിയും കുത്തിയും പരിക്കേൽപ്പിച്ചും അതിനെ ചട്ടം പഠിപ്പിക്കുന്നു. അങ്ങനെ 100% ആത്മവീര്യം നഷ്ടപ്പെട്ട ആന, പ്രതികരണശേഷി നഷ്ടപ്പെട്ട് അതിൻ്റെ 1000-1 പോലും ശക്തിയില്ലാത്ത ഒരു മനുഷ്യൻ പറയുന്നത് അപ്പടി അനുസരിച്ച് ആ മനുഷ്യനോട് വിധേയത്വത്തോടുകൂടി പെരുമാറുന്നു. ആ തലത്തിലെത്തിയ ആനയെ നമ്മൾ നാളെ കൊണ്ടുപോയി ഒരു പട്ടിത്തൊടലിൽ, ഒരു കവുങ്ങൻ മരത്തിൽ കൊണ്ട് കെട്ടിയിട്ടാൽ ആ പട്ടിത്തൊടല്, തൻ്റെ കാലക്കെട്ടിരിക്കുന്ന പട്ടിത്തൊടലിൽ പൊട്ടിക്കുവാൻ ആന ശ്രമിക്കാറില്ല. അത് അസാധ്യമാണ്. അത് അതിൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു എടുത്തു നാം. ആ കവുങ്ങ്
തള്ളിമറിക്കാൻ ആന ശ്രമിക്കാറില്ല. അതെനിക്ക് അസാധ്യമാണ് എന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ അതിനെ രൂപപ്പെടുത്തി എടുത്തത് കാരണം അത് വളരെ വിനീത വിധേയത്തോടുകൂടി അവിടെ തന്നെ ആ പട്ടിത്തൊടലിൽ ആ കവുങ്ങലിൻ്റെ ചോട്ടിൽ തന്നെ നിന്നുകൊള്ളും. ഇതുപോലെയാണ് പലപ്പോഴും പല മാതാപിതാക്കളും നമ്മുടെ കുട്ടികളുടെ ആത്മധൈര്യങ്ങൾ അനാവശ്യ വർത്തമാനങ്ങളും ഒക്കെ മറ്റും പറഞ്ഞ് കുറ്റപ്പെടുത്തലുകളും മാത്രം പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തി കളയുന്ന തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ നിത്യ കാഴ്ചകളാണ്. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.